ഇന്നിപ്പോ എന്റെ കൂടെ ഉള്ളത് പ്രബിലയാണ്. വരുമ്പോണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാം. മെയിനായിട്ട് നല്ല നടുവേദന നടുവേദന ഉണ്ടായിരുന്നു, തലവേദന, മൈഗ്രെയിന്റെ തലവേദന. അതൊക്കെ എങ്ങനെയായിരുന്നു? നടുവേദന എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? കൊറേ സമയം ഇരിക്കാൻ പറ്റില്ല, കൊറേ സമയം നിക്കാൻ പറ്റില്ല. കുറച്ച് നാളായിട്ടൊരു 1-2 മാസമായിട്ട് നടക്കാനും കുറച്ച് സ്പീഡിൽ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്ത് പോക്കില്ല, 2 മാസമായിട്ട് ഞാൻ പുറത്തേ പോകും. 2 മാസമായിട്ട് പുറത്ത് പോകാറില്ല. ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ വീട്ടിൽ നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വേദന അറിയുന്നില്ല, നടക്കുമ്പോ വേദന അറിയുന്നില്ല, നിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഈ സന്ധികളിലുണ്ടായിരുന്ന വേദനകൾ കുറഞ്ഞാ? കൊറേ ഭാഗം പോയി, ചെറിയൊരു ഇങ്ങനെ ഫിംഗർ മാത്രം കുറച്ച്, കൊറേ ഒരു 90% കുറഞ്ഞ് മൈൽഡ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു പ്രശ്നമായിരുന്നു മൈഗ്രെയിന്റെ ബുദ്ധിമുട്ട് അല്ലെ? മൈഗ്രെയിൻ ഒരു 20 അല്ലെ മോള് ജനിക്കുന്നതിന് മുന്നേ ഉണ്ട്. 20 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വരെ അത് എങ്ങനെ വരിക? ഫസ്റ്റ് ഒരു ഇടക്ക് എപ്പോഴെങ്കിലും വരത്തുള്ളൂ, പിന്നെ അത് മാസത്തിൽ 2 പ്രാവശ്യം അങ്ങനെ, പിന്നെ ആഴ്ചക്കായി. ഇപ്പൊ ഡെയിലി തലവേദനയായിരുന്നു, തല പൊളിയണ പോലെ വേദനയായിരുന്നു അല്ലെ? രാവിലെ ഉറങ്ങി എണീക്കുമ്പോ എല്ലാ ദിവസവും തലവേദന. ഓക്കെ. ഇപ്പൊ ഇവിടെ വന്നിട്ടൊരു 10 എത്ര ദിവസമായി? 3 ആഴ്ചയായി. ഇപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ മരുന്ന് തുടങ്ങിയിട്ടുള്ളൂ, അതിനുശേഷം പിന്നെ മൈൽഡ് ആയിട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ. നമ്മൾ ഇത്രയും ചികിത്സ ചെയ്യുന്നു, ചൂടിലുള്ള ഡിസ്കിന്റെ ചികിത്സ ചെയ്യുമ്പോൾ യൂഷ്വലി സാധാരണ വേദന കൂടേണ്ടതാണ്. അതിന്റെ ഇടയിൽ മെൻസസ് വന്നു, അപ്പോഴോ തലവേദന ഭയങ്കരമായിട്ട് കൂടാറുണ്ട് സാധാരണ മൈഗ്രെയിൻകാർക്ക്. അതും ഉണ്ടായിട്ടില്ല അല്ലെ? തലവേദനയും കൂടിയിട്ടില്ല. അത് ഒരു കാര്യം അങ്ങനെയല്ലേ, തലവേദന നമുക്ക് അത്രയും ഉറപ്പുള്ള ചികിത്സകളാണ്. അത് ഇനി ഒരിക്കലും വരില്ല. കുറെ നാൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കില്ല വേദന സംഹാരി ഇല്ലാണ്ട് ഇത്രയും ദിവസം പോണത്, ആണോ? അല്ലെ? അപ്പൊ ഒരു കാര്യം ഇതാണ്, നമുക്ക് അത്രയും ഇതാണ് മൈഗ്രെയിൻ എല്ലാവരും മാറിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇനി ഇവിടെ എരിവും കൂടിയും കുറെ കഴിച്ചാൽ മാത്രമേ ഇനി നമ്മളായിട്ട് വരുത്തിക്കാൻ പറ്റുള്ളൂ. ചായ കുറെ കുടിക്കുക, അല്ലെങ്കിൽ കോഫി കുടിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിന് വീണ്ടും നല്ലൊരു സാധ്യതയുണ്ട്. ചായ കുടിക്കാൻ പാടില്ല, ചായ കാപ്പിയും പറ്റില്ല, പാലും വെള്ളം കുടിക്കുക, വെറുതെ പ്ലെയിൻ പാല് മാത്രം കുടിക്കുക. പിന്നെ അല്ലെങ്കിൽ ജീരക വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. തലവേദന കാരണം ഒരുപാട് പേരുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നിസ്സാര ചികിത്സ, മരുന്നിന് പൈസ ഇല്ല കാര്യമായിട്ട് ഒന്നുമില്ല, വളരെ നിസ്സാരം മരുന്നും അതേസമയം ചെറിയൊരു ഇങ്ങനത്തെ മോഡിഫിക്കേഷൻസ്, എരിവും പുളിയൊക്കെ കുറയ്ക്കണം എന്നുള്ളൊരു നിയമം മാത്രമേ ഉള്ളൂ. ഇറച്ചി, മീൻ, മുട്ടയൊക്കെ കഴിക്കാം, അതിനൊന്നും വിരോധമില്ല. ഈ അസിഡിറ്റി ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് ഈ പറഞ്ഞ പോലെ ഈ സാമ്പാറിൽ ഒരുപാട് വരിക, പുളി ഒഴിക്കുക, അല്ലെങ്കിൽ രസത്തിന്റെ പുളി, തൈരിന്റെ പുളി, അതൊക്കെ പ്രശ്നമാണ് കേട്ടോ. അതൊക്കെ കംപ്ലീറ്റ് മാറ്റാമെന്നുണ്ടെങ്കിൽ, പുളി കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ, പുളിയൊക്കെ മൈൽഡായിട്ടാവും. 2-4 തക്കാളി ഇട്ട കടി ഒരു തക്കാളി ഇടാം, 2 കുടംപുളി ഇട്ട് കൊടുത്ത് 1/2 കുടംപുളി ഇടാം. തീരെ വേണ്ടാന്നല്ലേ പറയുന്നത്, അതിന്റെ അളവ് നമുക്ക് കുറയ്ക്കാം കേട്ടോ.